ഡോക്ടർ ഓൺ ദ എഡ്ജ് എപ്പിസോഡ് 5 വികാരനിർഭരമായ ഒരു രംഗത്തോടെയാണ് ആരംഭിക്കുന്നത്. വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന ജിയുയി തന്റെ മരിച്ച സുഹൃത്തായ സിയോണുവിന്റെ ശവസംസ്കാരത്തെ ഓർത്തെടുക്കുന്നു. ആ വേദനാജനകമായ ഓർമ്മകളിൽ നിന്ന് അവൻ ഉണരുമ്പോൾ അവൻ അസോങ് ആശുപത്രിയിലാണ്. ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയ കൊച്ചു പെൺകുട്ടിയായ ഡോങ്ഹയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്വന്തം പരിക്കുകൾക്കിടയിലും ജിയുയി അവളുടെ അമ്മയെ ആശ്വസിപ്പിക്കുന്നു. അപകടത്തിനായി അവൾ കണ്ണീരോടെ ക്ഷമ ചോദിക്കുന്നു. അപ്പോഴാണ് ഹാരി ജിയുയെ രക്ഷിക്കാൻ കടലിലേക്ക് ചാടിയതാണെന്ന് വെളിപ്പെടുന്നത്. അതേസമയം ദ്വീപിലെ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ എല്ലാവരും ജിയുയുടെയും ഹാരിയുടെയും വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ആശുപത്രിയിൽ ഒരു രാത്രി കൂടി കഴിയേണ്ടി വന്ന ജിയുയി ഹാരിയെ കുറിച്ചുള്ള മോശം ഗോസിപ്പുകൾ കേൾക്കുന്നു. ചില നഴ്സുമാർ അവളുടെ പഴയ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയും ഡോങ് സോപ്പ് എന്ന ഒരാളെ പരാമർശിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരു ഡോക്ടർ ഹാരിയെ അപമാനിക്കുകയും അവളെക്കുറിച്ച് അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ജിയുയി അവളെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നു. അവന്റെ ധൈര്യം ആശുപത്രിയിലെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് മറ്റുള്ളവർ മോശമായി സംസാരിക്കുമ്പോൾ നമ്മൾ അത് കേട്ടു നിൽക്കാതെ പ്രതികരിക്കുക തന്നെ ചെയ്യണമല്ലേ. അതേസമയം ദ്വീപിൽ മറ്റൊരു പ്രശ്നം ഉടലെടുക്കുന്നു. ബ്യോങ് ചോൾ എന്ന രോഗി അക്യുപഞ്ചർ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ജൂ ചിയോണിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ചിയോണിന്റെ ഇടപെടലിലാണ് പ്രശ്നം അവസാനിക്കുന്നത്. ഇതിനിടെ ഡോക്വായുടെ രോഗാവസ്ഥ തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ കുറ്റബോധത്തിൽ ജൂ ചിയോൺ കഴിയുകയാണ്. ഇനി രോഗികളെ ചികിത്സിക്കാൻ പോലും അവന് ആത്മവിശ്വാസമില്ല. എന്നാൽ നഴ്സ് ഓം അവനെ ധൈര്യപ്പെടുത്തുകയും തന്റെ കഴിവുകളിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ആശുപത്രിയിൽ ജിയുയും ഹാരിയും തമ്മിലുള്ള അകലം പതുക്കെ കുറയുകയാണ്. ഭക്ഷണത്തെക്കുറിച്ചും ബാല്യകാല ഓർമ്മകളെക്കുറിച്ചും തുടങ്ങിയ സാധാരണ സംഭാഷണം ഹൃദയസ്പർശിയായ ഒരു ചർച്ചയിലേക്ക് മാറുന്നു. തന്റെ പേരിനെ ചുറ്റിപ്പറ്റിയ ഗോസിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനായാണ് താൻ ദ്വീപിലേക്ക് മടങ്ങിയതെന്ന് ഹാരി തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ജിയുയി അവളെ മനസ്സിലാക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നു. അതോടെ അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലാകുകയാണ്. ഇതിനിടെ ഹാരിയുടെ മുത്തശ്ശിയായ മിച്ചയ്ക്ക് ഹാരിയുടെ അപകടകരമായ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് അറിയുന്നു. അതിൽ അസ്വസ്ഥയായ മുത്തശ്ശിക്ക് കടുത്ത തലവേദന അനുഭവപ്പെടുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ചിയയോൺ മുത്തശ്ശിയെ ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുന്നുണ്ട്. സംസാരത്തിനിടെ ഹാരിയോട് തനിക്ക് ഇഷ്ടമുണ്ടെന്ന് ചിയയോൺ മുത്തശ്ശിയോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയവും കഥയിൽ ഇടപിടിക്കുന്നുണ്ട്. ജിയുയുടെ വീരപ്രവൃത്തിയെ ജനപ്രീതി നേടാനുള്ള അവസരമായി കാണുന്ന മിസ്റ്റർ കോ അതിൽ നിന്ന് പ്രചോദനം നേടാൻ ശ്രമിക്കുന്നു. എന്നാൽ ആശുപത്രി അധികൃതർ ജിയുയ്ക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. മറ്റൊരു വശത്ത് നഴ്സ് ഓമിന്റെ കാലൊളുക്കുന്നു. ചികിത്സയ്ക്കായി മറ്റെവിടെയും പോകാൻ തയ്യാറാകാത്ത അവൾ ജൂ ചിയോണിനോട് തന്നെ ചികിത്സിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഒടുവിൽ അവൻ ഭയം മറികടന്ന് ചികിത്സ നടത്തുകയും തന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ഇതിപ്പോൾ ആർക്ക് ആരോടെല്ലാമാണ് ഇഷ്ടമെന്നാണ് ഇപ്പോൾ എന്റെ കൺഫ്യൂഷൻ. എപ്പിസോഡിന്റെ ഏറ്റവും വികാരഭരിതമായ നിമിഷം മിജയുടെ യഥാർത്ഥ രോഗാവസ്ഥ പുറത്തു വരുമ്പോഴാണ്. മുത്തശ്ശിക്ക് സ്തനാർബുദമാണെന്നും അത് തലച്ചോറിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ടെന്നും എല്ലാവരും അറിയുന്നു. ഇതുവരെ ഈ കാര്യം രഹസ്യമായി സൂക്ഷിച്ചിരുന്നത് ജിയുയി മാത്രമായിരുന്നു. ഈ വാർത്ത ഹാരിയെ തകർക്കുകയാണ്. അന്ന് മുത്തശ്ശിയും കൊച്ചുമകളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുവരും കണ്ണീരിൽ മുങ്ങുന്നു. ഇതിനിടെ ജിയുയിക്ക് മറ്റൊരു ആശയക്കുഴപ്പമുണ്ട്. ഹാരിയെയും ചിയയോണിനെയും ഒരുമിച്ച് കാണുമ്പോൾ അവരുടെ ബന്ധത്തെക്കുറിച്ച് അവൻ തെറ്റിദ്ധരിക്കുന്നു. ഹാരിക്ക് സമ്മാനമായി കൊണ്ടുവന്ന ഗമ്മികൾ പോലും നൽകാതെ അവൻ മടങ്ങിപ്പോവുകയാണ്. പിന്നീട് ഒരു രാത്രി കൺവീനിയൻസ് സ്റ്റോറിന് പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഹാരി സത്യം വെളിപ്പെടുത്തുന്നു. തന്റെ മുത്തശ്ശിയെ ഒരു ക്ലിനിക്കൽ ട്രയലിൽ ഉൾപ്പെടുത്താൻ സഹായിക്കുകയാണ് ചിയയോൺ ചെയ്തതെന്നും തങ്ങൾക്കിടയിൽ പ്രണയബന്ധമൊന്നുമില്ലെന്നും അവൾ വ്യക്തമാക്കുന്നു. അത് കേട്ട് ആശ്വാസം ലഭിച്ച ജിയുയി തനിക്ക് അസൂയ തോന്നിയിരുന്നുവെന്ന് തുറന്ന് സമ്മതിക്കുന്നു. അവന്റെ അസൂയ ഹാരിക്ക് ഏറെ ഇഷ്ടമാകുന്നുണ്ട്. ഇനി തന്റെ വികാരങ്ങൾ മറച്ചുവെക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ജിയുയി ഹാരിയോട് തന്റെ പ്രണയം തുറന്നു പറയുകയാണ്. ഹാരിയും അതിന് സമ്മതം അറിയിച്ചുകൊണ്ട് മനോഹരമായ മറുപടി നൽകുന്നു. ഒടുവിൽ ഏറെ നാളായി വളർന്നു വരുന്ന വികാരങ്ങൾ ഒരു മധുര ചുംബനത്തിലൂടെ പൂവണിയുകയാണ്. പ്രണയവും വികാരങ്ങളും നിറഞ്ഞ ഒരു മറക്കാനാവാത്ത മുഹൂർത്തത്തോടെയാണ് ഡോക്ടർ ഓൺ ദ എഡ്ജ് എപ്പിസോഡ് 5 അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതിനായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.